സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ഗെയിമേഴ്സ്. അപ്പോൾ കഴിച്ച് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഇന്നലെ നമ്മളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ പോർഷെ അടിച്ച് മാറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു പോർഷെ എക്സ്ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഗ്യാങ്ങിൻ്റെ കയ്യിലോട്ടാണ്. അപ്പോൾ നമ്മൾ തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കുന്ന വേറൊരു കാറാണ്. ഓക്കെ, നമ്മളത് മേടിക്കുന്നത് ഒരു BMW തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു BMW എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു 4 സീറ്ററാണ് കേസൊക്കെ. നമുക്ക് ഒരു 2 സീറ്റർ BMW കൂടെ വേണം കേസൊക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും വീട്ടിലോട്ട് കിടക്കണം ഗൈസൊക്കെ. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക ഗൈസൊക്കെ. നമ്മുടെ BMW അല്ല, നമ്മുടെ പോർഷൊക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഗൈസൊക്കെ. നമുക്ക് ഏതായാലും പോർഷെ എടുക്കണം ഗൈസൊക്കെ. ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല ഗൈസൊക്കെ, കുറച്ച് പാടാണ് ഗൈസൊക്കെ. ഇതിൻ്റെ അകത്ത് കുടുങ്ങിയ പിന്നെ ഈ വണ്ടി തള്ളി പുറത്തോട്ട് കൊണ്ടുവരണം. അതിലെ അതിൻ്റെ ഡോറെ മുട്ടും ഗൈസൊക്കെ. അതുകൊണ്ട് നമുക്ക് തള്ളി പുറത്തോട്ട് കൊണ്ടുവരണം. ഇവൻ കയറത്തില്ല ഗൈസൊക്കെ എന്നൊക്കെയാൽ. അപ്പം ഞാൻ ഏതായാലും പുറത്തോട്ട് കൊണ്ടുവരാം ഗൈസ്. ഈ സമയം അങ്ങനെ നമ്മൾ ആ കാറൊക്കെ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിനി അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം ഗൈസൊക്കെ. ആ കാറ് ഈ ഒരു പോർഷെയാണ് നമ്മൾ കൊണ്ട് കൊടുക്കുന്ന വഴിയല്ല ഗൈസൊക്കെ. ആ ഗ്യാങ്ങൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്നാണ് പറഞ്ഞതൊക്കെ. നമുക്ക് കിട്ടുന്ന വേറൊരു BMW ആണ് ഗൈസൊക്കെ. നമുക്ക് ഏതായാലും ആ BMW വേണം ഗൈസൊക്കെ. നല്ല ഒരു BMW ആണ്. നമ്മളിപ്പോൾ 4 പേർക്ക് പോകുന്ന BMW ഉള്ളൂ നമ്മുടെ കയ്യിലൊക്കെ. 2 പേർക്ക് പോകുന്നതും കൂടെ നമുക്ക് അത് ഗൈസൊക്കെ. അതായത് ഈ കാറ് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യണമൊക്കെ. അവന്മാരുടെ സൈക്കിളൊക്കെ പോകുന്നുണ്ട്, സൈക്കിളൊക്കെ പോകുന്നത്. നമുക്ക് ഈ കാറ് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് അവരുടെ ആ കാറ് മേടിക്കാം ഗൈസൊക്കെ. ഞങ്ങൾക്ക് നിൽക്കുന്നിടത്തോട്ട് നമുക്കിപ്പോൾ പോകണം. ആ ഗ്യാങ് ഇവിടെ ഏതാണ്ട് ഉണ്ടെന്നാണ് ഗൈസൊക്കെ പറഞ്ഞത്. ആ ഗ്യാങ്ങിനെ തപ്പിപ്പിടിക്കണം ഗൈസൊക്കെ. നമുക്ക് ശരിക്കും അറിയത്തില്ല സ്ഥലം ഏതാണെന്ന്. നമുക്ക് ഏതായാലും അതേ പിടിച്ച് ഗൈസൊക്കെ. നമുക്ക് തപ്പിപ്പിടിച്ച് വേണം പോകാൻ. ഇവിടെ ഒന്നും അല്ലെന്ന് തോന്നുന്നു ഗൈസൊക്കെ മാപ്പ്. എനിക്ക് കുറച്ച് പുറകോട്ട് പോകണമെന്ന്. ഇവിടെ മാപ്പ് ലോഡായിട്ടില്ല ഗൈസൊക്കെ. ഗൈസ് ആ സ്ഥലം എവിടാന്നും കൂടെ ഒന്ന് നോക്കണം ഗൈസ്. എന്നിട്ട് വേണം പോകാൻ. കൃത്യം സ്ഥലം അറിയത്തില്ല. അവർ പറഞ്ഞ ഈ ഒരു ഭാഗത്തുണ്ടെന്നാണ് ഗൈസൊക്കെ. ഈ ഭാഗത്ത് എവിടാണെന്നൊന്നും അറിയത്തില്ല. ഏതായാലും പോയി നോക്കാം ഗൈസൊക്കെ. നമുക്ക് അതിൽ അവരെ വിളിച്ചൊന്ന് ചോദിക്കാം ഗൈസൊക്കെ. അവരെ വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് നമ്മുടെ കാറ് കൊണ്ട് കൊടുക്കാം ഗൈസൊക്കെ. എന്നിട്ട് നമുക്ക് അവരുടെ കാറ് ഗൈസ് ഇടിച്ച് ഗൈസൊക്കെ ചെറുതായിട്ടൊന്ന്. നമ്മൾ അതുപോലത്തെ എല്ലാ കാറും നമ്മുടെ അതുപോലത്തെയാണ് ഗൈസൊക്കെ. നമുക്ക് BMW പോലത്തെ ആണൊന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ അവന്മാർ തരുന്ന കാറും അതുപോലത്തെ ആണെന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മളതിൽ എക്സ്ചേഞ്ച് ആണ് ചെയ്യുന്നത്. ഒക്കെ നമുക്ക് ഏതായാലും ആ ഗ്യാങ്ങിനെ വിളിച്ച് അങ്ങനെ നമുക്ക് അവരുടെ ആ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവർ താണ്ട് ഇവിടാണ് നിൽക്കുന്നത് ഗൈസൊക്കെ. ഇവിടാണ് അവർ നിൽക്കുന്നത്. ഒക്കെ BMW കാണുന്നില്ല ഗൈസൊക്കെ. അവരെയൊക്കെ കാണുന്നുണ്ട്, ഇല്ല BMW കാണുന്നില്ല ഗൈസൊക്കെ. ഇമാരിനിപ്പോൾ എവിടെ കൊണ്ടാണ് ഇട്ടിരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല ഗൈസൊക്കെ. ഏതായാലും ഈ കാർ അവിടെ കൊടുക്കാം ഗൈസൊക്കെ. ഓക്കെ, ഇമാരോട് ചോദിക്കാം. ഏതായാലും നമുക്ക് BMW എവിടെ ഇട്ടിരിക്കുന്നത് ഗൈസൊക്കെ. ഇമാരെ വല്ല പറ്റിയിട്ടും വല്ലതും ആണോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും നമുക്ക് അവരോട് ചോദിക്കാം ഗൈസൊക്കെ. BMW എവിടെ ഇട്ടതെന്ന് ഗൈസൊക്കെ ഞാൻ ഏതായാലും ചോദിക്കാം ഗൈസൊക്കെ. അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ BMW ആണെങ്കിൽ അവരുടെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്, ഏതൊരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ടെന്നാണൊക്കെ. നമ്മളിനി അവിടെ പോയി ആ BMW എടുക്കണം ഗൈസൊക്കെ. നമുക്ക് അവിടോട്ട് പോകാൻ ഏതെങ്കിലും ഒരു വണ്ടി വേണം ഗൈസൊക്കെ. നമുക്ക് വണ്ടിയൊന്നും ഇല്ല ഗൈസൊക്കെ അങ്ങോട്ട് പോകാൻ. ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകണം ഗൈസൊക്കെ. ഇവനെ ഇറക്കിയിട്ട് നമുക്ക് ആ വണ്ടിയും കൊണ്ട് പോകാം. ഒക്കെ പോലീസുണ്ട് ഗൈസൊക്കെ. ആ ഒരു സ്ഥലത്തോട്ട് നമുക്ക് പോകണം ഗൈസ്. ആ ഒരു സ്ഥലം എവിടെയാണെന്ന് കൃത്യം അറിയത്തില്ല. ഈ ഒരു വഴിയാണ് അങ്ങോട്ട് പോകുന്നതെന്നാണ് പറഞ്ഞത്. ഒരു വൈൻവുഡിൻ്റെ ഒക്കെ അടുത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസൊക്കെ. കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയത്തില്ല. ഈ ഒരു ഭാഗത്ത് എവിടെയോ ആണെന്നാണ് ഗൈസൊക്കെ അവർ പറഞ്ഞത്. അതിൽ അവിടെ ആരും കാണത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസൊക്കെ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇല്ലെങ്കിൽ എനിക്ക് തീർന്ന ഗൈസൊക്കെ. നമ്മുടെ കാർ അവിടെ ഇട്ടിരിക്കുവാണ് ഗൈസൊക്കെ, ആ പോർഷെ. നമുക്ക് ഏതായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം ഗൈസൊക്കെ. ഒക്കെ ഗൈസൊക്കെ ഈ ഒരു വഴിയൊക്കെയാണ് കയറി പോകേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഇവിടത്തെ കുറേ സ്ഥലങ്ങളൊക്കെ നോക്കി. അതാ ഗൈസ്, ആണ്ട് അവിടെ കിടപ്പുണ്ട് ഗൈസൊക്കെ. നമ്മളിവിടെ കുറേ സ്ഥലങ്ങളൊക്കെ നോക്കിയായിരുന്നു ഗൈസൊക്കെ. ഇവിടെ ഒന്നും കണ്ടില്ല. നമ്മൾ
അങ്ങോട്ടങ്ങ് പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പോയിട്ട് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് അവിടെ തിരിക്കുമ്പോഴാണ് ഇവിടെ കിടക്കുന്നത് ഗൈസ്. ഓക്കെ, അതാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമ്മളെ അവർ പറഞ്ഞായിരുന്നു റെഡ് ഇതായിരുന്നു ഗൈസ്. ഓക്കെ, നമ്മുടെ കാറ്. ഓക്കെ, നമുക്കതിലും നമ്മുടെ ഈ ഒരു വണ്ടി നമുക്ക് ഇവിടെ അങ്ങനെ ഇടാം ഗൈസ്. ഓക്കെ, നമ്മുടെ വണ്ടി അല്ല ഇത്. എന്നാൽ നമുക്ക് ഒരു വണ്ടി ഇട്ട് നമ്മുടെ വണ്ടിയും കൊണ്ട് പോകാൻ ഗൈസ്. ഓക്കെ, നമുക്ക് ആ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഓക്കെ, ഒരു ഇതാണ് ഗൈസ്. ഓക്കെ, 2 സീറ്ററാണത്. ഓക്കെ, അതെ 2 സീറ്ററാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇതാണ് നമുക്ക് പുത്തനായിട്ട് ഇട്ടിരിക്കുന്നത് ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ സീനാണ് ഗൈസ്. ഓക്കെ, റെഡാണ്. ഓ, സൗണ്ട് തന്നെ പൊളിയാണ് ഗൈസ്. ഓക്കെ, നമുക്കിത് ഇവിടെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു കാറെടുത്ത് അകത്തോട്ടിടാം ഗൈസ്. ഓക്കെ, നമുക്ക് ഒരു കാറിൽ കയറാം. ഓക്കെ, കാറിൽ ഒരു പിക്കപ്പ് പോലത്തെ ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് അറിയത്തില്ല. ഇതൊരു ഫോർഡിൻ്റെ വണ്ടി പോലത്തെ തോന്നുന്നു ഗൈസ്. ഓക്കെ, നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പം മഴയൊക്കെ പെയ്യാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, എൻ്റെ വീട്ടിൽ ശരിക്കും ഇപ്പം ചിലപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദത്തിൻ്റെ ചില മാറ്റങ്ങളൊക്കെ കാണും. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എടുക്കേണ്ടി വരും. അതായത് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു വീഡിയോ എൻഡ് ചെയ്യാനാണ് നോക്കുന്നത് ഗൈസ്. ഓക്കെ, ഗൈസൊക്കെ നമുക്കിനി ഈ ഒരു വണ്ടിയും കൊണ്ട് തന്നെ വീട്ടിലോട്ട് പോകണം ഗൈസൊക്കെ. നമുക്ക് നല്ലൊരു വണ്ടിയാണ് ഇട്ടിരിക്കുന്നത് ഗൈസൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഗൈസ്. ഓ, പോലീസ് ഇപ്പോൾ ഇടിച്ചേനെ ഗൈസൊക്കെ. വണ്ടി ഇറക്കിക്കൊണ്ട് വരുമ്പോഴേ വണ്ടി ഇടിച്ചേനെ. ഇടിച്ച് ഗൈസൊക്കെ, പറഞ്ഞ് തീർന്നില്ല, അതിന് മുന്നേ ഇടിച്ച് ഗൈസൊക്കെ. നമുക്ക് നമ്മുടെ ആ വണ്ടി അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കാം ഗൈസൊക്കെ. അമ്മമാർ അതെടുത്തുകൊണ്ട് പോയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് അതിൽ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടി, അത് മതി നമുക്ക്. ഓ, ഇടിച്ച് ഗൈസൊക്കെ, പിന്നെ ഇടിച്ച്. ഇത് നമ്മുടെ വണ്ടിയുടെ പോലത്തെ കണ്ടീഷനൊക്കെ ഉള്ള വണ്ടി. ഓ, പിന്നെ ഇടിച്ച് ഗൈസൊക്കെ. ഇതെന്തോ ഗൈസൊക്കെ, ഈ വണ്ടി ഇറക്കിക്കൊണ്ട് വന്നപ്പോഴേ നല്ലതായിട്ട് ഇടിക്കുന്നുണ്ട് ഗൈസൊക്കെ. ഇവിടെ മഴ ചാറുന്നുണ്ട് ഗൈസ്, വീട്ടിൽ മഴയൊക്കെ ചാറുന്നുണ്ട്. ഓക്കെ, ഈ പോലീസ് പതിയാണ് പോകുന്നത്. നമുക്ക് അതുവഴിയൊന്നും പോകണ്ട ഗൈസൊക്കെ. നമുക്ക് ഈ ഷോർട്ട് കട്ട് പിടിക്കാം ഗൈസ്. ഓ, ഇടിച്ച് ഗൈസ്. അപ്പം എൻ്റെ വീട്ടിൽ നല്ലതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമുക്കായാലും നമ്മൾ റോങ് സൈഡാണ് കയറുന്നത് ഗൈസൊക്കെ. നമ്മുടെ വണ്ടിയിൽ 2 ലൈറ്റ് പോയി ഗൈസൊക്കെ. ഇപ്പം ലൈറ്റ് ഇല്ലാതാണ് പോകുന്നത്. നമുക്കേതായാലും ആ ലൈറ്റൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഒഴിച്ച് ഗൈസൊക്കെ, റോങ് സൈഡായിരുന്നു നമ്മൾ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തൊക്കെ ഇറക്കണം ഗൈസൊക്കെ. നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടിടണം ഗൈസൊക്കെ ഈ ഒരു വണ്ടിയൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് 2 BMW ആണ് ഗൈസൊക്കെ ഇപ്പം തന്നെ ഉള്ളത്. ഒന്ന് നമുക്ക് 4 പേർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകണമെങ്കിൽ നമുക്ക് പോകാം. 2 പേരെ കൊണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും ഇതും കൊണ്ട് പോകാം ഗൈസൊക്കെ. ഇത് കൊള്ളാം ഗൈസൊക്കെ. ഇത് അതുകൊണ്ട് BMW അല്ലേ ഗൈസ്. ഓക്കെ, നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലെത്തണം. ഗൈസൊക്കെ. അതിൽ നമ്മുടെ വണ്ടിയുടെ കളറ് മാറ്റാം ഗൈസൊക്കെ. നമുക്ക് ഈ ഒരു വണ്ടിയുടെ കളറ് മാറ്റാം. നമ്മൾ മറ്റേ വണ്ടിയുടെ കളറൊക്കെ ആയിരുന്നു മാറ്റായിരുന്നത്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ കളറ് മാറ്റാം ഗൈസൊക്കെ. ഏറ്റവും നല്ല കളർ ഏതാണോ അത് നമുക്ക് അടിച്ചിറക്കാം ഗൈസൊക്കെ. നമുക്ക് നല്ല കളർ ഏതാണോ അത് എടുക്കാം ഗൈസൊക്കെ. ഇത് തന്നെയാണ് ഈ വണ്ടിക്ക് ചേരുന്നെങ്കിൽ ഇത് തന്നെ ഇടാം ഗൈസൊക്കെ. വേറെ വല്ലതും ആണെങ്കിൽ നമുക്ക് അതും ഇടാം ഗൈസൊക്കെ. നമുക്ക് ഏതായാലും പെയിൻ്റ് അടിക്കുന്നിടത്തോട്ട് കയറ്റാം ഗൈസൊക്കെ. ഏത് കളറാണ് ചേരുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഗൈസൊക്കെ. ഒരു വൈറ്റ് കളറാണ് ഗൈസൊക്കെ അടിച്ചത്. അല്ല, വൈറ്റ് അല്ല, ഒരു പീച്ച് കളറൊക്കെ പോലത്തെ ഗൈസൊക്കെ. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്കതിലും വേറെ കളർ നോക്കാം ഗൈസ്. ഇത് ഏകദേശം ഒരു ബ്ലൂ കളറൊക്കെയാണ് ഗൈസൊക്കെ അടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബ്ലൂവിനെക്കാളും നല്ല ആ ഒരു റെഡ് തന്നെയാണ് ചേർച്ചയെന്ന് തോന്നുന്നു ഗൈസൊക്കെ. അല്ല ഗൈസ്, അതല്ല ചേർച്ച. അതിലും നമുക്കൊന്ന് അടിക്കാം ഗൈസൊക്കെ. നമ്മൾ റെഡ് അടിച്ചിട്ടുണ്ട്. റെഡല്ല, ഒരു പിങ്ക് പോലത്തെ കളറ്. പിങ്കും റെഡും കൂടി ഇവർ തന്നെ വണ്ടി എടുക്കത്തൊക്കെ. നമുക്ക് അതിൽ ഇതൊക്കെ മതി ഗൈസൊക്കെ. നമുക്ക് ഒത്തിരി കളറൊന്നും വേണ്ട. കളറും കൊണ്ട് നമുക്ക് പോകാം ഗൈസൊക്കെ. ഇടിക്കല്ലേ ഗൈസൊക്കെ, ഇടിക്കാതെ പോകണം നമുക്ക്. ആയാലും നമുക്കിവിടെ 2 വണ്ടി ഇട്ടുകൊണ്ട് നമ്മുടെ ഷെഡ് ഇടാൻ കുറച്ച് പാടാണ് ഗൈസൊക്കെ. 2 വണ്ടിയും കൂടെ കിടക്കാൻ നമുക്ക് ഷെഡിൽ നിന്ന് ഇറക്കാൻ കുറച്ച് പാടാണ്. അപ്പം നമുക്ക് മറ്റേ വണ്ടി നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് മാറ്റണം ഗൈസൊക്കെ. നമുക്ക് കുറേ വീടൊക്കെ ഉണ്ട്. അപ്പം ഏതായാലും നമ്മൾ ഈ ഒരു കാറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസൊക്കെ. 2 BMW ആണ് ഗൈസൊക്കെ നമുക്കിപ്പോൾ ഉള്ളത്.
എനിക്ക് തോന്നുന്നു മറ്റേ BMW ഇതിനെക്കാട്ടിലും ഒരു നല്ലൊരു ഇതുള്ള നൈസൊക്കെ ഒരു ലുക്കുള്ള BMW മറ്റാന്ന് തോന്നുന്നു. ഈ ഒരു BMW ചെറിയ വലിയ വലിപ്പമില്ലാത്ത BMW ആണ് ഈസൊക്കെ. മറ്റേതിന് കുറച്ച് വലിപ്പമുണ്ട് ഈസൊക്കെ, നല്ല വലിയ BMW ആണ്. അപ്പോൾ ഈസൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഏത് BMW ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക ഈസൊക്കെ. ഈ കിടക്കുന്ന ഇതാണ് റെഡ്. ഈ റെഡിൻ ഫസ്റ്റ് ഒന്നാമത്തെ ഇതാണ് നമ്മുടെ കാർ, ഇത് രണ്ടാമത്തത്. അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഈസൊക്കെ. പിന്നെ മണ്ടക്കൊക്കെ വേറെ ഒരു രീതിക്കൊക്കെ ഉള്ള കളറുണ്ട്, അതായത് രണ്ടും BMW തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുക ഈസൊക്കെ, ലൈക്ക് അടിക്കുക ഈസൊക്കെ, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ച് പോയി ഈസൊക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു ഈസൊക്കെ. എൻ്റെ വീട്ടിലാണെങ്കിൽ നല്ലതായിട്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആണ്.